ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് 2 മോട്ടിവേഷൻ തിയറീസ് നോക്കാം. നാലാമത്തത് മാക്ലെലൻസ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി. ഇതിൽ പ്രധാനമായിട്ടും 3 ഇമ്പോർട്ടൻറ്റ് ഹ്യൂമൻ നീഡ്സ് ആണ് പറയുന്നത്. ഒന്ന് നീഡ് ഫോർ അഫിലിയേഷൻ, രണ്ടാമത്തെ നീഡ് ഫോർ പവർ, നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. അഫിലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മെയിനായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഡിസയർ, സോഷ്യലി ഇൻട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളുമായി ഇടകലർന്ന് പെരുമാറാനുള്ള നമ്മുടെ ഒരു താല്പര്യം, അതിനെയാണ് അഫിലിയേഷൻ എന്ന് പറയുന്നത്. അഫിലിയേഷൻ പ്ലേസ് വെരി കോംപ്ലെക്സ് ബട്ട് വൈറ്റൽ റോൾ ഇൻ ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയറിൽ പ്രധാനമായിട്ടും നമുക്കെപ്പോഴും സമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അതിനോട് ഒത്തുചേർന്ന് പോകാൻ താല്പര്യമുണ്ടാവും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇതിൽ സജസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങനെയൊരു താല്പര്യമുള്ള ആളുകളെ എന്ന് പറയുന്നത് അവർ പൊതുവേ പ്ലഷർ ആഗ്രഹിക്കുന്നവരാണ്. ഫ്രം എവിടെ നിന്നാണ് ബീയിങ് ലവ്ഡ്, മറ്റുള്ളവരാൾ സ്നേഹിക്കപ്പെടാനും അതേപോലെ തന്നെ അതുവഴി അവരുടെ പെയിനും അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാനൊക്കെ ഇത്തരത്തിലുള്ളൊരു അഫിലിയേഷൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. രണ്ടാമത്തേൽ നീഡ് ഫോർ പവർ. ഇനി പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, എന്തെങ്കിലും ഒരു അധികാരം നമുക്ക് കിട്ടാനുള്ള ആഗ്രഹം. അത്തരത്തിലൊരു നീഡ് ഫോർ പവറുള്ള ഒരാളെ സംബന്ധിച്ചോളം മറ്റുള്ള വ്യക്തികളെ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ, സ്വാധീനിക്കാൻ സാധിക്കുന്ന ആളുകളും ആർഗ്യുമെൻറ്റ്സിലൊക്കെ അവർ പ്രത്യേകിച്ച് വിൻ ചെയ്യാൻ റെഡിയായവരും ആയിരിക്കും. അതേപോലെ അവർക്ക് ആ ഒരു പൊസിഷൻ കൊണ്ടാണ് അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ അവിടെ ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് മൂന്നാമത്തേൽ പറയുന്നത് എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കുക, അത് വിജയം കൊയ്തുകൊണ്ടിരിക്കുക എന്ന് പറയില്ല. സംതിങ് ടു ഡു സംതിങ്. നമ്മളൊരു കാര്യം ചെയ്ത് അതിൽ തന്നെ കൂടുതൽ ബെറ്റർ ആയിക്കൊണ്ട് പോവുക, അതിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ 3 തരത്തിലാണ് ഹ്യൂമൻ നീഡ്സിനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് അഫിലിയേഷൻ, ഒന്ന് പവർ, ഒന്ന് അച്ചീവ്മെൻറ്റ്. പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് ദീസ് ഇൻഡീസസ്. അതിനുവേണ്ടി എന്തൊക്കെയാണ് ഇൻഡീസസ് യൂസ് ചെയ്തതെന്നുള്ളത്. ഫസ്റ്റ് മോഡറേറ്റ് റിസ്ക്, സഡൻ ഫീഡ്ബാക്ക്, അക്കംപ്ലിഷ്മെൻറ്റ്, പ്രീ ഓക്യുപ്പേഷൻ വിത്ത് ടാസ്ക്. അതിൽ മോഡറേറ്റ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈ നീഡ് ഫോർ അച്ചീവ്മെൻ്റ് ഉള്ള വ്യക്തികളെന്ന് പറയുന്നത് അവർ മോഡറേറ്റ് റിസ്ക് ഏറ്റെടുക്കുള്ളൂ, അല്ലാതെ ഓവറായിട്ട് എന്തും നേടാൻ അവർ തയ്യാറല്ല. അവർ പ്രിഫർ ചെയ്യുന്നത് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യണം, അതിന് ചില ചലഞ്ചസ് ഒക്കെ ഉണ്ടായിരിക്കും, അതിൻ്റെ റിയൽ റിസ്ക് ആൻഡ് നോട്ട് സക്സീഡിങ് ഇൻ ഇറ്റ്. അത് വിജയിച്ചോളം എന്നില്ല. ദിസ് ഇസ് അഗെയിൻസ്റ്റ് ദ കോമൺ സെൻസ് ദാറ്റ് ഹൈ അച്ചീവർ ഓൾവേസ് ടേക്സ് റിസ്ക്. കാരണം ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, നമ്മളെപ്പോഴും പറഞ്ഞത് നല്ലൊരു അച്ചീവർ എപ്പോഴും നല്ല റിസ്ക് ഏറ്റെടുക്കാൻ റെഡിയായ ആളുകളാണ്. പക്ഷേ ഈ ഒരു അഫിലിയേഷൻ അച്ചീവ്മെൻറ്റ് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അവരൊരു മോഡറേറ്റ് റിസ്ക് വരെ മാത്രമാണ് പ്രിഫർ ചെയ്യുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി അടുത്തതിൽ പറയുന്നത് സഡൻ ഫീഡ്ബാക്ക്. ഇനി ഈ ഒരു നീഡ് ഫോർ അച്ചീവ്മെൻറ്റുള്ള ആളുകൾ എപ്പോഴും എന്താണ്, പെട്ടെന്ന് വർക്ക് ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. ഡ്യൂ ടു ദാറ്റ് ഹി ക്യാൻ നോ ഹൗ വെൽ ഹി ഈസ് പെർഫോമിങ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മൾ പെർഫോം ചെയ്യുന്നതെന്ന് അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നു. മൂന്നാമത്തേൽ അക്കംപ്ലിഷ്മെൻ്റ് ആണ്. പേഴ്സൺ വിത്ത് ഹൈ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് ഫൈൻഡ്സ് അക്കംപ്ലിഷിംഗ് ടാസ്ക് ഇൻട്രിൻസിക്കലി സാറ്റിസ്ഫൈങ് ഇൻ ആൻഡ് ഓഫ് ഇറ്റ് സെൽഫ്. ഹി ഡസ് നോട്ട് എക്സ്പെക്ട് എനി മെറ്റീരിയൽ റിവാർഡ്സ്. അക്കംപ്ലിഷ് ചെയ്യുക, നമ്മളത് ആഗ്രഹിച്ചത് നേടിയെടുക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് റിവാർഡൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അവരുദ്ദേശിച്ചൊരു കാര്യം അവർ നേടിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പ്രീ ഓക്യുപ്പേഷൻ വിത്ത് ടാസ്ക്. ഇവിടെ അവർ ഇത്തരത്തിൽ ഈ നീഡ് ഫോർ അച്ചീവ്മെൻറ്റിലുള്ള ആ ഡിസൈറുള്ള ആളുകൾ എന്ന് പറയുന്നത് അവർ കൂടുതലായിട്ടും വർക്ക് ചെയ്യാൻ, സ്വന്തമായി തന്നെ വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ചെയ്ത് കിട്ടാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യില്ല. അവർക്ക് പറ്റുന്ന രീതിയിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ തയ്യാറിലായിരിക്കും. അത് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ, സ്വന്തമായിട്ട് അത് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ റെഡിയായി വരും. കാരണം ആ സക്സസിൻ്റെ ഉടമ എന്നറിയപ്പെടുന്നതും അവർ തന്നെയാണല്ലോ. അത് സക്സസ് ആയിക്കോട്ടെ ഫെയിലിയർ ആയിക്കോട്ടെ രണ്ടാണെങ്കിലും അവർ ആ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ റെഡി ആയിരിക്കും. അതൊരിക്കലും മറ്റുള്ളവരതിന് റെസ്പോൺസിബിൾ ആവുന്നതിനോട് അവർക്ക് താല്പര്യമില്ലാത്ത വ്യക്തികളായിരിക്കും. അപ്പോൾ ഈ ഒരു 4 പോയിൻ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന് ജസ്റ്റ് 3 ക്രിറ്റിസിസം പറയുന്നുണ്ട്. അതായത് സൈക്കോളജിക്കൽ ലിറ്ററേച്ചറിൽ പറഞ്ഞിരിക്കുന്നത് അക്വിസിഷൻ ഓഫ് മോട്ടീവ്സ് നോർമലി ഒക്കേഴ്സ് ഇൻ ചൈൽഡ്ഹുഡ് ആൻഡ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ചേഞ്ച്. ചില കാര്യങ്ങൾ നേടിയെടുക്കാനുള്ളൊരു ആഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് കുട്ടിക്കാലത്ത് മുതൽ തന്നെ നമ്മുടെ ഉള്ളിൽ വേറെ ഉറച്ചു കഴിഞ്ഞാണ്. അത് ഒരിക്കലും പെട്ടെന്ന് മാറ്റിയെടുക്കാനൊന്നും സാധ്യമല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സ്ട്രോങ് എവിഡൻസ് എന്താ കിട്ടിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചില അഡൾട്ട് ബിഹേവിയർ നമുക്കത് കുറഞ്ഞ സമയത്തിലൊന്നും പെട്ടെന്ന് അത് ആൾട്ടർ ചെയ്തെടുക്കുക എന്നുള്ളത് ഇൻഡിക്കേറ്റ് ദാറ്റ് അഡൾട്ട് ബിഹേവിയർ ക്യാൻ ബി ഓൾട്ടേർഡ് വിതിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. അപ്പോൾ ആ ചില കാര്യങ്ങൾ നമുക്ക് മാത്രം മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റിൽ മക്ലെലൻ ഈസ് ഓൺലി തിയറിസ്റ്റ്. ഒരു തിയറീനെ പ്രൊപ്പോണ്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ആർഗ്യൂ ചെയ്യുന്നത്
ചേഞ്ചിങ് നീഡ്സ് ക്യാൻ ബി മെയ്ഡ് സോഷ്യലി ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ആ ഒരു ചേഞ്ച് വരുന്നത് നമുക്ക് ഒരു എഡ്യൂക്കേഷനിലൂടെയും ട്രെയിനിങ്ങിലൂടെയാണ് നമുക്ക് അങ്ങനെ ഒരു ചേഞ്ച് അവിടെ വരുന്നത്. അപ്പോൾ ആ ഒരു ചേഞ്ച് എന്ത് മാത്രമേ ഉള്ളൂ, ടെമ്പററി ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ക്രിറ്റിസിസം. ഇനി മൂന്നാമത്തേൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിമാറ്റിക് ആയിട്ടുള്ള അപ്രീസിയേഷനാണ് ബേസിക് നീഡ്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇവിടെ ആർഗ്യൂ ചെയ്യുന്നത് ഈ ഒരു തിയറി അഡോപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന മോർ സബ്ജക്റ്റ് ടു പേഴ്സണൽ ബയസ്, അതൊക്കെ വ്യക്തികളിൽ അധിഷ്ഠിതമാണ് ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ, രീതികൾ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് മാക്ലലൻസ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറിനെ കുറിച്ച് പറയാനുള്ളത്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ഹ്യൂമൻ നീഡ്സ് ഇവിടെ നോക്കുക, അതിൻ്റെ ക്രിറ്റിസിസം നോക്കുക. ഇനി നെക്സ്റ്റ് തിയറിയിൽ പറയുന്ന മാഗ്രിഗേഴ്സിൻ്റെ എക്സ് ആൻഡ് വൈ തിയറിയാണ്. ഇവിടെ ഡെവലപ്പ് ചെയ്ത 2 തിയറീസാണ് ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് തിയറി എക്സും രണ്ടാമത്തെ വൈ തിയറിയും. ഇതിൽ മാഗ്രിഗർ ബിലീവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജേഴ്സ് നോർമലി അറ്റംപ്റ്റ് ടു മോട്ടിവേറ്റ് എംപ്ലോയീസ് ബൈ വൺ ഓഫ് ദ ബേസിക് അപ്രോച്ചസ്. ഏറ്റവും നന്നായിട്ട് ആദ്യം മാനേജേഴ്സ് ചെയ്യുന്നത് അവനവൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകളെയൊക്കെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാം. മാനേജ്മെൻറ്റ് ആക്ഷൻ എന്ന് പറയുന്നത് മോട്ടിവേറ്റിംഗ് ഹ്യൂമൻ ബീയിങ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഇൻവോൾവ് സർട്ടൻ അസംഷൻ, ചില പ്രത്യേക നിഗമനങ്ങൾ, ജനറലൈസേഷൻസ്, ഹൈപ്പോത്തസിസിൻ്റെ ഒക്കെ ബേസിലായിരിക്കും അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഡിഫറെൻറ്റ് ഫിലോസഫീസ് ആദ്യം കൊണ്ടുവന്നത്. എന്താണ് തിയറി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ട്രഡീഷണൽ തിയറിയാണ് മാനേജ്മെൻറ്റിൻ്റെ. ഇവിടെ പറയുന്ന പവർ ഈസ് സുപ്രീം, അധികാരമാണ് എല്ലാം എന്ന് പറയുന്ന ഒരു തിയറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന പീപ്പിൾ എന്ന് പറയുന്ന അവർക്ക് ഒരു അതോറിറ്റിയോ ഒരു സജഷനോ ഒരു ഒബ്ജക്ഷനോ ഒന്നും അവിടെ പറയാൻ പറ്റില്ല. സുപ്പീരിയർ എന്ത് പറയുന്നു അത് കേൾക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കമാൻഡ് ഗോസ് ഡയറക്ട്ലി ഫ്രം ടോപ്പ് ടു ഡൗൺ എന്ന് മാത്രമാണ് ഇവിടെ കമാൻഡ് ചെയ്യപ്പെടുന്നുള്ളൂ. തിരിച്ച് അങ്ങോട്ട് ഒന്നും നമ്മളുടെ സജഷൻ കേൾക്കുകയോ അല്ലെങ്കിൽ നമുക്കൊരു അഭിപ്രായം ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അറിയിക്കുക ഒന്നും നമുക്കവിടെ സാധ്യമല്ല. ഇതിനെയാണ് അപ്പോൾ ഈ പീപ്പിൾ അറ്റ് വർക്ക് ലെവൽ ഹാവ് നോ ഓപ്ഷൻ ബട്ട് ടു ഒബേ അതോറിറ്റി. ഈ ഒരു അതോറിറ്റി എന്താണോ പറയുന്നത് അത് ഒബേ ചെയ്യലും മാത്രമേ ഉള്ളൂ ഈ ഒരു തിയറി എക്സിൽ പറയുന്നു. കാരണം ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു തിയറി പ്രൊപ്പൗണ്ട് ചെയ്യാനുള്ള അസംഷൻ എന്ന് പറയുന്നത്, കാരണം ആവറേജ് പേഴ്സൺ എന്ന് പറയുന്നത് പൊതുവേ വർക്ക് ചെയ്യാൻ മടിയുള്ള ആളുകളാണ്. പരമാവധി അവരെ ഒഴിവാക്കാനാണ് അത് ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു അസംഷൻ. അപ്പോൾ ഇങ്ങനെ ആവണം എന്നുള്ളതാണ് അവർ പറയുന്നത്. ദർഫോർ പീപ്പിൾ മസ്റ്റ് ബി കോയേഴ്സ്ഡ്, കൺട്രോൾ ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, ത്രെട്ടൻ ചെയ്യുക, പനിഷ്മെൻറ്റ് കൊടുക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്ന ആവറേജ് ഹ്യൂമൻ ബീയിങ് എപ്പോഴും ഡയറക്റ്റ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയൊക്കെ ഒഴിവാക്കിയിട്ട് അവരെന്താ ചെയ്യുക, പുട്ട് ഓഫ് വർക്ക്, നാളേക്കൊക്കെ വർക്ക് മാറ്റി വയ്ക്കുക, അങ്ങനെ സ്വഭാവ രീതിയുള്ളവർക്കൊക്കെയാണ്. അപ്പോൾ ഒരിക്കലും അത് പറ്റാത്തതുകൊണ്ടാണ് തിയറി എക്സ് നല്ലതാണെന്ന് പറയാൻ കാരണം. ആൻഡ് റിലേറ്റീവ്ലി അവർക്കൊന്നും വലിയ ആംബിഷനൊന്നും ഉണ്ടാവില്ല. അവരെപ്പോഴും വളരെ സേഫാവും സെക്യൂർഡ് ആവാനും എക്കണോമിക് റിവാർഡ്സൊക്കെ കിട്ടാൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാം. ക്രിയേറ്റീവ് എബിലിറ്റി ഒന്നും അവർക്ക് ഉണ്ടാവില്ല. ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള റെസിസ്റ്റൻ്റ് ആയിരിക്കും അവരെപ്പോഴും. മാറ്റങ്ങൾക്കൊന്നും പെട്ടെന്ന് വിധേയമാവാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് എക്സ് തിയറിയാണ് കുറച്ചും കൂടി ബെറ്റർ. വർക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് പഴയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ, അവർ പുതിയതിനോടൊന്നും താല്പര്യം കാണിക്കാത്ത ആളുകളായിരിക്കും. ആവറേജ് മാൻ എപ്പോഴും സെൽഫ് സെൻറ്റേർഡും ഇൻഡിഫറൻറ്റ് ടു ഓർഗനൈസേഷൻ നീഡ്സിനോടൊക്കെ വേർതിരിഞ്ഞ് നിൽക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും. വലിയ ബ്രൈറ്റ് ഒന്നും ആവില്ല, ഗള്ളിബിളാണ്, അത്രത്തോളം നന്നായിട്ട് കാര്യങ്ങളൊന്നും ഏറ്റെടുത്ത് ചെയ്യാനുള്ള കഴിവുള്ള ആളുകളൊന്നും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് എപ്പോഴും തിയറി എക്സ് ആണ് നല്ലത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ തിയറി പ്രകാരം വർക്കേഴ്സ് എപ്പോഴും പാസീവാണ്. അപ്പോൾ റെസിസ്റ്റ് ചെയ്യാം ഓർഗനൈസേഷണൽ നീഡ്സിനെയൊക്കെ. അപ്പോൾ പെർസ്യൂഡ് ചെയ്യാൻ, പുഷ് ചെയ്യണം അവരെ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പീപ്പിൾ പീപ്പിൾ എക്സ് ദ മാനേജർ ഹാവ് ടു എക്സൈസ് സെൻട്രലൈസ്ഡ് കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ എംഫസിസ് ഓൺ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് തന്നെ തിയറി എക്സിന് ഇവിടെ ഇമ്പോർട്ടൻസ് കൂടുതലാണ്. ഇനി തിയറി വൈ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, സജസ്റ്റ് ന്യൂ അപ്രോച്ചാണ് ഇത് വന്നിരിക്കുന്നത്. അവിടെ ഏറ്റവും അധികാരം അതിൻ്റെ ടോപ്പ് ലെവലിലാണെങ്കിൽ ഇവിടെ എന്താണ്, 2 വേ കമ്മ്യൂണിക്കേഷനാണ് പറയുക. ഇവിടെ തിയറി പറയുന്നത് കോപ്പറേറ്റീവ് കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നത്. അവിടെ മാക്സിമം ഔട്ട്പുട്ട് വിത്ത് മിനിമം എമൗണ്ട് ഓഫ് കൺട്രോൾ ആൻഡ് ഡയറക്ഷൻ. ഇവിടെ നമുക്ക് എംപ്ലോയീസിനെ നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ആൻഡ് ഡയറക്ഷൻ ചെയ്യാം. അല്ലാണ്ട് അവിടെ പറഞ്ഞ പോലെ അധികാരത്തിൻ്റെ ബേസിൽ വേണ്ട എന്നുള്ളതാണ് പറയുന്നത്. അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അവരുടെ അഭിപ്രായങ്ങൾ പറയാം, സബോർഡിനേറ്റിനോട് ചോദിക്കാം, കൺസൾട്ട് ചെയ്യാം, എങ്ങനെയാണ് ഒരു തീരുമാനം എടുക്കേണ്ട മുന്നേ എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഒരു ഒഫീഷ്യൽ ഡെസിഷൻ ഓർഗനൈസേഷൻ ആസ് എ ഹോൾ നമുക്കിങ്ങനെ ഇതൊരു മെത്തേഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവേ നമുക്കറിയാം ആവറേജ് ആളുകളും വർക്ക് ചെയ്യാൻ മടിയുള്ള, ഡസ് നോട്ട് ഡിസ്ലൈക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരാണെന്നാണ് അവിടെ പറഞ്ഞത്. പക്ഷേ ഇവിടെ അത്രത്തോളം അങ്ങനെ ഡിസ്ലൈക്കൊന്നും ഇല്ല.
എന്നുള്ളതാണ് പറയുന്നത്. കാരണം വർക്ക് എന്ന് പറയുന്നത് അത് അതിൻ്റെ റോളിൽ തന്നെ അത് പോയിക്കൊണ്ടിരിക്കും. ഒരു സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ പണിഷ്മെൻറ്റോ ഒക്കെ ആ ഒരു കൺട്രോളബിൾ കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തിക്ക് കിട്ടുന്നത്. പിന്നെ എക്സ്റ്റേണൽ കൺട്രോൾ, ത്രെട്ട്, പണിഷ്മെൻ്റ് ഒന്നും ഒരു ആളുടെ കഴിവിനെ മുന്നോട്ട് കൊണ്ടുവരാൻ, എഫേർട്ട് കൊണ്ടുവരാനൊന്നും നല്ലൊരു നടപടിയല്ല എന്നുള്ളതാണ് പറയുന്നത്. മൂന്നാമത്തേൽ കമ്മിറ്റ്മെൻറ്റ്, ഒബ്ജക്റ്റീവ്സിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്ന വല്ല റിവാർഡ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാലാണ് കുറച്ചും കൂടി നന്നാവുക. ആവറേജ് ഹ്യൂമൻ ബീയിങ് എപ്പോഴും അണ്ടർ പ്രോപ്പർ കണ്ടീഷൻസ് നോട്ട് ഓൺലി ടു ആക്സെപ്റ്റ് ബട്ട് ടു സീക്ക് റെസ്പോൺസിബിലിറ്റി. അവർ മെയിനായിട്ട് ഒരു ആവറേജ് ഹ്യൂമൻ ബീയിങ്സ് ലേൺ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു പ്രോപ്പർ കണ്ടീഷനിലോ അല്ലാണ്ട് ഡയറക്റ്റ് ആക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അവർ റെസ്പോൺസിബിലിറ്റിയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി അവർ ഒഴിവാക്കി കഴിഞ്ഞാൽ ലാക്ക് ഓഫ് ആംബിഷൻ ഇല്ലായ്മ, എംഫസിസ് ഓൺ സെക്യൂരിറ്റി, ഇതൊക്കെയാണ് ഇതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത്. കപ്പാസിറ്റി ടു എക്സൈസ് എ റിലേറ്റീവ്ലി ഹൈ ഡിഗ്രി ഓഫ് ഇമാജിനേഷൻ ഉണ്ടാവുക, ingenuity and creativity in the solution of organizational problem is widely, not narrowly distributed in the populations. നല്ല രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു തിയറിയാണ് ബെറ്റർ ആയിരിക്കുന്നത്. ഈ ഒരു കണ്ടീഷനിൽ അണ്ടർ ദ കണ്ടീഷൻ ഓഫ് മോഡേൺ ഇൻഡസ്ട്രിയൽ ലൈഫ് ഇൻ്റലക്ച്വൽ പൊട്ടൻഷ്യാലിറ്റി ഓഫ് ആവറേജ് പേഴ്സൺ ആർ ഓൺലി പാർഷ്യലി യൂട്ടിലൈസ്ഡ്. ഈ ഒരു കാലഘട്ടത്തിൽ ഒരു വ്യക്തിയുടെ ഫുൾ പൊട്ടൻഷ്യൽ അവിടെ യൂസ് ചെയ്യുന്നില്ല. ടെക്നോളജിക്കലി അത് ഡെവലപ്പ് ചെയ്ത് വന്നപ്പം ഒരു ആവറേജ് മാത്രമാണ് അവിടെ യൂസ് ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എംഫസൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, നമ്മുടെ തടസ്സങ്ങളെയൊക്കെ ദൂരീകരിക്കുക, കൂടുതൽ ഗ്രോത്ത് എൻകറേജ് ചെയ്യുക, നല്ല ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക, അതൊക്കെയാണ് തിയറി വൈഫ് എംഫസൈസ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്, അല്ലെങ്കിൽ ജനങ്ങളെ അല്ലെങ്കിൽ എംപ്ലോയീസിനെയൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ടു വേ കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ പറയുന്നത്. നല്ലൊരു കൺജീനിയൽ അറ്റ്മോസ്ഫിയർ ആണ്. അതുവഴി തന്നെ ആ എംപ്ലോയീസ് അവിടെ മോട്ടിവേറ്റഡ് ആവുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ടത് ജസ്റ്റ് രണ്ട് തിയറി തമ്മിലൊരു കമ്പാരിസൺ ആണ്. തിയറി എക്സിൽ പറയുന്ന ഹ്യൂമൻ ബീയിങ്സ് ഒക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെന്നാണ് പറയുന്നത്. പക്ഷേ വൈയിൽ പറയുന്നത് ഹ്യൂമൻ ബീയിങ്സ് അങ്ങനെ തീരെ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളൊന്നല്ല, വർക്ക് അതിൻ്റെ ഒരു പാർട്ടായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് തന്നെ പറയുന്നത്. രണ്ടാമത്തേൽ പറഞ്ഞത് എക്സിൽ പറഞ്ഞിരിക്കുന്നത് പീപ്പിൾ എന്ന് പറയുന്ന അൺആംബിഷ്യസ്, അവർക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല, അവർ ഏത് വഴിയാണോ കാണിക്കുന്നത് ആ വഴി പോകുന്നു എന്ന് മാത്രം. ദേ ട്രൈ ടു അവോയ്ഡ് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഏറ്റെടുക്കാൻ അവർക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ തിയറി വൈയിൽ പറയുന്നത് വർക്കേഴ്സ് എപ്പോഴും ആംബിഷ്യസ് ആണ്, അതേപോലെ തന്നെ അവർ അവരുടെ ഓൺ ബിഹേവിയർ ഡയറക്റ്റ് ചെയ്യാനൊക്കെ കേപ്പബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. മൂന്നാമത്തേൽ തിയറി എക്സിൽ പറഞ്ഞിരിക്കുന്നത് ലാക്ക് ഓഫ് കപ്പാസിറ്റി, അവർക്കൊരു ക്രിയേറ്റിവിറ്റി ചെയ്യാനുള്ളൊരു കഴിവൊന്നുമില്ല, അവർ എന്തെങ്കിലും മാറ്റം വന്നാലൊക്കെ എതിർക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളത്, പുതിയ മാറ്റത്തിനൊന്നും പെട്ടെന്ന് അംഗീകരിക്കാൻ തയ്യാറല്ല. പക്ഷേ തിയറി വൈയിൽ പറയുന്നത് ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ് അവർക്ക്, അതേപോലെ തന്നെ അവർ ചേഞ്ച് എല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണെന്നുള്ളതാണ് പറയുന്നത്. തിയറി എക്സിൽ പറഞ്ഞിരിക്കുന്ന ഫാക്ടേഴ്സ് അത് ലോവർ നീഡ്സ് ആണ് ഇവിടെ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. വൈയിൽ പറയുന്നതെല്ലാം ഹയർ ഓർഡർ നീഡ്സ് ആണ് പ്രധാനമായിട്ടും വരുന്ന മോട്ടിവേഷനിൽ വരുന്നത്. തിയറി എക്സിൽ പ്രപ്പോസ് ചെയ്യുന്ന എക്സ്റ്റേണൽ കൺട്രോൾ ആൻഡ് ക്ലോസ് സൂപ്പർവിഷൻ ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവർ നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്യണം, ക്ലോസ് ആയിട്ട് സൂപ്പർവൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം സെൽഫ് മോട്ടിവേഷൻ അവിടെ ഇല്ല. പക്ഷേ തിയറി വൈയിൽ പറയുന്ന അവരെല്ലാം സെൽഫ് ഡയറക്റ്റഡ്, സ്വയം തന്നെ അവർക്ക് അവരെന്ത് ചെയ്യണം എന്നുള്ളത് സെൽഫ് ഡയറക്റ്റഡ് ആണ്, സെൽഫ് കൺട്രോൾഡും ആണ്. അവരെങ്ങനെ നിയന്ത്രിച്ച് എങ്ങനെയാണ് നിർദ്ദേശങ്ങൾ കൊടുത്ത് മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത് അവർ റെഡിയാണ് ആ കാര്യത്തിന്. തിയറി എക്സിൽ പറയുന്ന എംഫസസ് സ്കാലർ ചെയിൻ കമാൻഡാണ് അവിടെ പറയുന്നത്. കാരണം അതോറിറ്റി ആൻഡ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പാണ്. ലീഡർ എന്ത് പറയുന്നു അത് കേൾക്കുക എന്നുള്ളതാണ്, അതാണ് അതോറിറ്റി. അവർക്ക് അധികാരം കൂടുതലാണ്, അവിടെ എംപ്ലോയീസിനെ ഒന്നിനും ഉൾക്കൊള്ളിക്കുന്നില്ല. പക്ഷേ തിയറി വൈ എംഫസൈസ് ചെയ്യുന്നത് ഡീസെൻട്രലൈസേഷൻ, ആ അധികാരം ഒരാളിൽ മാത്രം നിക്ഷിപ്തമാവാതെ താഴെയുള്ള എംപ്ലോയീസ് എല്ലാം ഡിവൈഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് അവിടെ ഒരു ഗ്രേറ്റർ പാർട്ടിസിപ്പേഷനാണ് അവിടെ ഉറപ്പുവരുത്തുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ്, ഈ മാഗ്രിഗറുടെ തിയറിക്കുള്ള ക്രിറ്റിസിസം എന്താണ്? പീപ്പിൾ കനോട്ട് ബി പുട്ട് ഓൺ ടു എക്സ്ട്രീംസ്. ഇവിടെ നമുക്ക് പറയാനുള്ളൊരു കാര്യം, എക്സ് തിയറിയും വൈ തിയറിയും രണ്ട് എക്സ്ട്രീമാണ്. എക്സ് തിയറി എന്ന് പറഞ്ഞാൽ ഒന്നിനോടും താല്പര്യമില്ലാത്ത ആൾക്കാർ, വൈ തിയറി പറഞ്ഞാൽ മോർ ഇൻവോൾവ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ ഒരിക്കലും ഈ രണ്ട് എക്സ്ട്രീമിലായിട്ട് ജനങ്ങൾ ഉണ്ടാവുന്നില്ല. നോ എൻ്റർപ്രൈസിങ് മാൻ ബിലോങ്സ് ഐദർ എക്സ് തിയറി ഓർ വൈ തിയറി. ഇത് രണ്ടിലും പെടാത്ത കുറേ ആളുകൾ ഉണ്ടാവും. ഈ തിയറി പ്രധാനമായിട്ടും സ്ക്വീസ് ചെയ്യുന്ന മാനേജീരിയൽ സ്റ്റൈൽസിനെയാണ്, ഫിലോസഫീസ് ഇൻ ടു എക്സ്ട്രീംസ് ഓഫ് കണ്ടക്ട് വിച്ച് ഈസ് ഡിവോയ്ഡ് ടു റിയാലിറ്റി. ഇതൊരു യഥാർത്ഥ മുഖം കാണിക്കുന്നില്ല എന്നുള്ള, റിയാലിറ്റി എന്താണോ അതിനെ പൂർണ്ണമായി എടുത്തു പറയുന്നില്ല. കാരണം ഇവിടെ രണ്ട് എക്സ്ട്രീം മാത്രമായതുകൊണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്
മാനേജ്മെൻറ്റ് ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഇവിടെ പറയുന്നത്. ആൻഡ് മാഗ്രിഗർ ഒപ്പൈൻസ് ദാറ്റ് ജോബ് ഇറ്റ് സെൽഫ് ഈസ് എ മോട്ടിവേറ്റിംഗ് ഫാക്ടർ. അദ്ദേഹം പറയുന്നത് നമുക്ക് കിട്ടുന്ന ജോലി എന്താണോ ആ ജോബ് തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. ബട്ട് ഓൾ പേഴ്സൺസ് ഡു നോട്ട് സീ ജോബ് ആസ് എ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ്. പക്ഷേ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നമുക്കൊരു ജോബ് കിട്ടിയാൽ നമ്മൾ ആ ജോലി ചെയ്യുന്നു, ശമ്പളം വാങ്ങുന്നു, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നല്ലാതെ അതിലുപരി ആ ജോബ് എങ്ങനെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഹൈ ലെവലിലേക്ക് പോകുമ്പോഴുള്ള ഗുണങ്ങൾ എന്താണ്, ആ ഒരു ജോബിനെ മോട്ടിവേറ്റിംഗ് ഫാക്ടറായിട്ട് തന്നെ കണക്കാക്കുന്നില്ല, പലപ്പോഴും നോക്കി കാണുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു ക്രിറ്റിസിസം ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും 2 തിയറിയും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മോട്ടിവേഷൻ തിയറീസ് ഒന്ന് മാക്ലെലൻസ് അച്ചീവ്മെൻറ്റ് തിയറി, അതിൻ്റെ ആ 3 കാറ്റഗറീസ് ഹ്യൂമൻ നീഡ്സ് നോക്കുക, പിന്നെ ജസ്റ്റ് അതിൻ്റെ ക്രിറ്റിസിസം നോക്കുക. ഇത്ര മാത്രം അതിൽ പഠിച്ചാൽ മതി. മാഗ്രിഗറിൻ്റെ എക്സ് ആൻഡ് വൈ തിയറിയിൽ തിയറി എക്സും അസംഷനും നിർബന്ധമായും പഠിക്കുക, വൈയും അസംഷനും പഠിക്കുക. തിയറി വൈ എന്താണെന്നുള്ളത് നോട്ട് ചെയ്യുക, തിയറി വൈയുടെ അസംഷനും നോട്ട് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടിൻ്റെയും തിയറി എക്സ് ആൻഡ് വൈയുടെ കമ്പാരിസണും കൂടി നോക്കുക, ക്രിറ്റിസിസവും നോക്കുക. അപ്പോൾ 2 തിയറിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്